എനിക്ക് തോന്നുന്നില്ല ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. നമ്മുടെ ഫസ്റ്റ് റീലാണ്. ഷരു നാട്ടിൽ പോവാണ്. ഏത് ഏതാണ് ഏതാണ് പണ്ടും നോക്കിയില്ല 5000 രൂപ. എത്ര 500 രൂപയോ പറയണേനൊരു ഇത് വേണ്ടേ? ഇത് കണ്ടു കഴിഞ്ഞാ എത്ര പറയും? എത്ര പറയും, എത്ര കൊടുക്കും? ഈ എഴുത്തിലെ എല്ലാം ഉണ്ട്. 100% ഔട്ട്ഫിറ്റ് ചെക്ക്. ഇത് ഷറിന്റെ ഔട്ട്ഫിറ്റ് ചെക്ക്. ഷറിനെക്കാട്ടും മെനായിട്ട് വന്നത് സുജിയാണ് തോന്നണം അല്ലേ? ഈ നേരത്തെ ബിമിലോ ഗ്രീൻലാൻഡ് വൈറ്റ് വരുന്നില്ലേ? എന്ത് അടിച്ചിറക്കണ അയാളൊക്കെ അയാളുടെ ഹാബി. ഇയാൾ ഗ്രീൻലാൻഡ് വരും മഞ്ഞിന്റെ ഉള്ളിലൊക്കെ ചാടിയിട്ട് കുടുംബശ്രീ കൂട്ടാണ് കഥ പറയാണ്. ഏത് കുറ്റം പറയുന്ന ആൾക്കാരുടെ ഏത്? ഇനിയിപ്പോ 1 മാസം കഴിയണ്ട കേൾക്കാൻ. ചേട്ടായി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് കല്യാണത്തിന്റെ. ബിമലിന്റെ കല്യാണം ഉണ്ടാവും. കാര്യമായി പരിശ്രമിക്കുന്നുണ്ട് കള്ളൻ. ഏലക്കായ നൈക്ക് രാകേഷ് ഇപ്പൊ എങ്ങനെയല്ല? രാകേഷ് ഇപ്പൊ മൊത്തം സെറ്റപ്പ് സാധനങ്ങളാണ്. പാത്രം കഴുകാൻ വരുന്ന നൈക്കിന്റെ ബാഗ് നാട്ടിലുണ്ട് കേട്ടോ പല ചാത്തം പറഞ്ഞു. സാറ 10 2 നില വെച്ചോ? പിന്നെ ആവശ്യം വരും. എനിക്കൊക്കെ എത്ര മക്കളുണ്ടെന്ന് ആർക്കറിയാം. നിന്റെ ഈ പോക്കിനെ അല്ലേ ഫ്രീ മാച്ച് കളിയും നോക്കിയോ? കൊടുക്കണ 2 ദിവസം നോക്കുമ്പോ ഇൻസ്റ്റാഗ്രാമില് ഇവനെയൊക്കെ എനിക്ക് കിട്ടി. ഇവനൊക്കെ ഇല്ലേ ഉണ്ടാപ്പൂച്ചയാണ് കാലം ഉടയ്ക്കും. ഞാൻ പറയട്ടെ, നമ്മളുടെ കൂട്ടത്തില് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ജെന്യൂനായിട്ട് വെച്ചാണ് അതിന്റെ സങ്കീർണം അല്ലേ? അതിനൊരു മാറ്റമില്ല. സിഗ്മ കളിക്കും. അല്ല അവനങ്ങനെ അല്ല, അതങ്ങനത്തെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ 3 കൊല്ലമായി ഏകദേശം. മാസം മാറ്റിട്ടില്ല. ഫോണൊന്നും റീചാർജ് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ടല്ലോ. എനിക്ക് ചെയ്യാനില്ല. ഞാൻ ബസ്സിൽ കയറിയപ്പം ബസ്സിൽ പോടാ. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു പരിപാടി ഉണ്ട്, ഡാൻസ് രാവിലെ ഇത് മറ്റേ സൺസെറ്റ് പറഞ്ഞ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പറഞ്ഞ ചത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിചാരം മാത്രമാണ് അതല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇട്ട് പറഞ്ഞു അഴുന്നേ തീരാറായി. ഞാൻ അവസാനത്തെ അരമണിക്കൂർ ഞാൻ പോയത്. ഞാൻ കുടിച്ചിട്ട് വരാം, നീ വിളിക്കണം, വിളിച്ചിട്ട് പെട്ടെന്ന് വരാതെ അതെങ്ങനെയാ അറിഞ്ഞത്? അവൻ അവിടെ പിടിച്ചിരിക്കുന്നില്ലേ ഞങ്ങളുടെ രാഹുല്. അപ്പൊ അവനറിയാം, അവൻ നല്ല ഡാൻസ് കളിക്കും. ഒരു വർഷം എന്നെ കൊണ്ടുപോയായിരുന്നു ഇങ്ങനെ മറ്റേ അന്ന് മറ്റേ കുറുക ഫ്രഷ് ആണ് നിങ്ങളെ കണ്ടല്ലേ? കണ്ടല്ലേ? എന്നെ കൊണ്ടുപോയ അവനെ പറ്റിച്ചത് വിളിച്ചില്ല. എത്ര കൊടുക്കും? എന്താണ് ഇല്ല 13 ഇട്ട് നോക്ക് സമീറെ. ഇവിടെ അല്ല എനിക്ക് പവർ. സമീറിനൊക്കെ അല്ല ഇതിന്റെ പവർ വരുന്നത്. എനിക്ക്
അങ്ങോട്ട് ഇടുക്ക അങ്ങോട്ട് പക്ഷെ പണിക്ക് പോകാൻ വയ്യാട്ടാ. പണം നോക്കലടാ. നോക്ക് ചെയ്യേണ്ടല്ലേ നോക്ക്. ഓഡിഡാസേ ഏത് ഓഡിഡാസ് ഇനി ഇത് മറക്കില്ല. ഓഡിഡാസ്. സേഫ്റ്റി ഇത്തിരി കൂടുതലാണ്. ഹലോ തള്ളൽ. സീറ്റുണ്ടോ? ഇങ്ങനെ അടുത്ത ട്രെയിൻ കയറിയിട്ട് ഷാബിന്റെ കത്തി അവിടെ ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ്. ഇയാള് രാജിവെച്ചു. ട്രാൻസ്ഫർ കിട്ടി. കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ബോസിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ രണ്ടാമത്തെ ആള്. മരിക്കണം. ടിക്കറ്റ് ചക്കർ വന്നു. നിന്റെ ഷെഡ്യൂൾ പറ. നാട്ടിൽ പോയിട്ട് പെണ്ണ് കാണുന്നുണ്ടോ? പെണ്ണ് കാണുന്നുണ്ടോ? പെണ്ണൊന്നുമില്ല. നീ ചുമ്മാ നിന്റെ കയ്യില് വേണം അനിയനെ നോക്കാൻ. അനിയനൊക്കെ കൊണ്ടുണ്ടോ അപ്പൊ വീട്ടിക്ക്? അതിന് മുന്നേ നീ സെറ്റ് ആകണം. നീ അനിയനെ നോക്കണം. അതല്ലടാ, അവനൊക്കെ ഒരു അഫയർ ഉണ്ട്, എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. കണ്ട കുടുംബശ്രീ അവൻ അഫയർ ഉണ്ടെങ്കിൽ ഞാൻ അറിയും. എന്താ അതിപ്പോ പറയില്ല. നിന്റെ കഴിഞ്ഞാലാണ് ഇവന്റെ അടുത്ത് നിന്റെ എത്രയും പെട്ടെന്ന് കഴിയണോ എന്നാലാണ് അനിയന് കഴിക്കാൻ പറ്റും. നീ വൈകി പോയി പറഞ്ഞ അനിയൻ പിന്നെ കുറച്ച് നല്ല പ്രായമുണ്ട്. അനിയനൊരു വന്നടാ. അവന്റെ അടുത്തൊരു ഇക്ക പോയി. ഇക്കേ ഒരു ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരു ഇക്ക ആണോ? മറ്റേ ഇതാണോ? മെച്ചുള്ളതാണോ? ഇർഫാനക്കട പോലെ? അല്ല, ഞങ്ങളൊരു അകന്ന ബന്ധത്തിലുള്ള ഒരു പുള്ളിയുണ്ട്, കസിൻ. പുള്ളിയും ഈ ഇക്കായും കൂടി ഇമാരും ആരായിട്ട് പോയതാണല്ലോ. ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവന്റെ റൂമിൽ ഫുഡൊക്കെ വാങ്ങിച്ചു. റൂട്ടാക്കിയ ആ ഫുഡ് കഴിച്ച് പുള്ളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനിയന്റെ സ്വഭാവം അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കുമെന്ന് പറഞ്ഞ് വീട്ടില് പുറകളാക്കില്ലേ ഒരേ ഇത്. എന്റെ മാമാനൊക്കെ വിളിച്ച്, മാമാടെ കുറച്ചുകൂടെ അടുപ്പമുള്ള അവരുടെ ഫാമിലിയുടെ ബന്ധം കേട്ടോ. ഞാനും അല്ലല്ല, ഞാൻ ആദ്യം പറഞ്ഞു, എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ കാര്യം നോക്കണ്ട, നിനക്ക് ഇതുണ്ടെങ്കിൽ ഇതായിക്കോളാൻ പറഞ്ഞു. പക്ഷെ പെണ്ണിനെ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് വീട്ടുകാരെ പറഞ്ഞ് പുള്ളിക്കാരി കുറച്ച് പാഷാണ്. പിള്ളേര് ഫാഷനാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി. പുള്ളിക്കാര്യത്തില് ഫാഷനാണ്. പറഞ്ഞ നിങ്ങൾ എന്നെ കളിയാക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനും പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് നോക്കണ്ട. അപ്പൊ പിന്നെ മാമ എന്നെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കും. നീ നിന്റെ കാര്യം പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ഊട്ടിയില്ലേ ചട്ടി ഇത്ര നീ അറിഞ്ഞ വേറെ കാര്യമുണ്ടോ? മേളിൽ
ബസ് എടുത്ത് അറിയോ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് പിരിഞ്ഞു, അത് പിരിഞ്ഞു, ആ ഒരു പിരിഞ്ഞു പോയി. അത് എല്ലാവർക്കും കൂടെ ഞാൻ വെച്ചാ, എല്ലാവർക്കും കൂടെ വെച്ചേ, അത് പിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇത് അടിച്ചിട്ട് ഇതെല്ലാം ഒഴിച്ചു മോര് കണ്ണിൽ അത് മാത്രമേ ഉണ്ടായിരുന്നു. ആരും പറയത്തൊന്നുമില്ല. അതിലിപ്പോ എന്താണ് ടിപ്പ് പറഞ്ഞുതരാം. താല്പര്യം മോര് പിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എവിടെയൊക്കെ യൂസ് ചെയ്തോ? എന്തിനാണ് നീ ഉണ്ടാക്കിയതിന് എന്തായാലും ഒരു മാസം ഓടുമ്പോ ഉണ്ടാക്കിയത്. ഇതിപ്പോ ഉണ്ടാക്കിയ ഒരു കൊല്ലം എത്ര ആവശ്യങ്ങളേ ഒരു ഉമ്മർക്കാ സിയാദ് ഉമ്മർ കേക്കണ്ടോ? എടാ നിന്റെ അനിയൻ നാട്ടിൽ പോവാണല്ലോ, മനു ഉമ്മർ. ആണാ? ആ അറിഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? ചേട്ടായി അടുത്ത് പറഞ്ഞില്ലേ? മനു ഉമ്മർ പോവാണ് അടുത്ത ആഴ്ച. മനു ഉമ്മർ വർക്കൗട്ടാവുന്നില്ല. ഞാൻ പറഞ്ഞു എപ്പോഴും വർക്കൗട്ട് ആവണ ഒരു തന്ത്രങ്ങള് സിയാദിക്കടുത്തുള്ളത്. സിയാദിക്കടുത്ത് ചോദിച്ചു പറഞ്ഞു. പക്ഷെ ചെക്കന്മാരാവണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാ മെൻഷൻ ഉണ്ടോ? കിട്ടിയോ? കണ്ടില്ലേ? നോക്ക്, ഇഷ്ടപ്പെടും. അണ്ണാണ് ഇഷ്ടപ്പെടും. മാസമായ സാധനമാണ്. പാലക്കാട് ടൗണും ജർമ്മനി. അതല്ലേ പകലും രാത്രി മറ്റേ ഇത് എനിക്ക് പകലും എനിക്ക് രാത്രി. എന്താ മറ്റേ ദുൽഖറിന്റെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. അതെ അതെ. പക്ഷേ ഗ്രൂപ്പ് മെൻഷനാണ്. ഏത് അത് ഗ്രൂപ്പാടാ. സുജിക്കൂട്ട മാത്രം സുജി അടിച്ചോ? പക്ഷെ അത് എന്താണ് നിന്നെ അറ്റാക്ക് ചെയ്താ, സൈബർ അറ്റാക്ക് ചെയ്താ. സിയാദേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്കറിയാം. സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നോ ലാസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ആളുകൾ ഇതില് സാധനം വരും. എയർപോർട്ടിൽ കയറണം. ഏത് ഡിലീറ്റ് ആക്കണോ? എന്താ എന്താടാ നമുക്ക് ഇങ്ങോട്ട് വരുന്നതൊക്കെയാണ്. നീ നമ്മളെ എടാ എനിക്ക് മോർണിംഗ് വിഷാണ്. ഇനി നൈറ്റിന് വേറെ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കട്ടോ. ഇന്ന് അതേപോലത്തെ വീഡിയോ എടുക്കട്ടോ. ഇനി രാത്രിക്കുള്ളത് വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് രാത്രി ബാക്ക് എന്തെങ്കിലും എടുക്കുന്നു. ഗുഡ് നൈറ്റും വരും. കട്ടേക്കാ അല്ല ഇൻസ്റ്റാഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് പോണെന്നാണ് കേട്ടല്ലേ ശരഞ്ജി നാട്ടിൽ പോകുമ്പോളെ. ഞാനുണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഏത് ചെയ്ത ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാൻ പോകുമ്പോ ഇൻസ്റ്റാഗ്രാം കളഞ്ഞു, ടെലിഗ്രാം കളഞ്ഞു, വാട്സപ്പിന്റെ മറ്റേ ബിസിനസ് വാട്സപ്പ് കളഞ്ഞു, എന്നിട്ട് പോയ ആൾക്കാരുണ്ട്. അതങ്ങനെ കളയേണ്ടി വന്നു. അല്ലെങ്കിൽ തൂക്ക്, കാരണം ഒരു മാസം നാട്ടിലുണ്ടായിരുന്നേ. പ്രകൃതിയൊക്കെ എടുക്കും. ലൈഫിൽ ഏറ്റവും കെയറിംഗ് ഏട്ടായി എന്ന് പറയുന്നത് ഒരേ ഒരാളാണ്. ചരിത്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ്.
ഒരാഴ്ചയല്ല 3 ആഴ്ചയായി. പിന്നെ 2 ആഴ്ച എങ്ങനെ ഉണ്ടാവും. ഇപ്പോഴത് മനസ്സിന് വിട്ടില്ല. കണ്ടോ സംഭവം നടന്നു നമുക്ക് മനസ്സിലായില്ലേ? അതെ, എന്താ പേരെന്താണ് പെണ്ണിന്റെ? പെണ്ണോ? ആ അമ്മച്ചി, ആദ്യം അമ്മച്ചി ആയിരുന്നല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ട് എന്താണ് സംഭവം? എന്റെ തെറ്റെന്താ അറിയോ? ഇതെല്ലാം അവന്മാരത് പറയുന്നത് അല്ലേ സുജി? ഞാൻ സെൽഫ് എൻജോയ് തൃപ്തിപ്പെടും, നമ്മൾ മിണ്ടാതിരിക്കും. വണ്ടി ഓൾറെഡി ലേറ്റ് ആണ്. സ്റ്റോപ്പിലെത്തിയിട്ട് ആളെ കയറ്റിട്ട് വേഗം എത്തണം. ഇവൻ അവിടെ ഇങ്ങനെ കാത്തിട്ടുണ്ട്. ഒരു അമ്മച്ചി കയറുന്നുണ്ട് വണ്ടിയിൽ. വണ്ടി നിർത്തി അമ്മച്ചി കയറുന്നു. വണ്ണം പിന്നെ ചുറ്റും പരിസരമൊക്കെ ശ്രദ്ധിക്കുമല്ലോ എപ്പോഴും, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പൊ അതേപോലെ പരിസരം ശ്രദ്ധിക്കേണ്ട ഒരു അമ്മച്ചി ഓടി വരാം. അമ്മച്ചിയാണോ യുവതിയാണോ എന്നൊക്കെ പിന്നെ ഞങ്ങള് പൊക്കിയിട്ട. അപ്പൊ അമ്മച്ചി പെണ്ണ് അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ കയറി സ്പൈഡർമാനൊക്കെ നിൽക്കുന്ന പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബസ് അല്ലെങ്കിൽ ലേറ്റ് ആണ്. അമ്മച്ചിക്ക് പക്ഷെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ നടക്കാൻ പോലും വയ്യടാ. അങ്ങനെ ഞാൻ പറഞ്ഞ ചോദിച്ചപ്പോഴേ ഒരു 10-20 വയസ്സുള്ള ഒരു അമ്മച്ചി. എന്നിട്ട് ഡോറ് തട്ടു. എന്നിട്ട് ഇതായി ഇങ്ങനെ വെയിറ്റ് നിൽക്കാണ്. പെണ്ണുമ്പളെ പതുക്കെ വരണു, വണ്ടി കയറണു. ഡ്രൈവർ അണ്ണൻ കയറി കൊടുത്ത് പുറകെ പോയിരുന്നു. വണ്ടി എടുക്കുന്നില്ല. ഡ്രൈവർക്ക് കലിപ്പായി. ഓൾറെഡി ലേറ്റ് ആയി. ഡ്രൈവർ എന്ത് ചെയ്തു? ഈ അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് ഓഫാക്കി പതുക്കെ അവിടുന്ന് പുറത്ത് വന്ന് നടുക്ക് കൂടെ വന്ന് ഫുള്ള് ആൾക്കാര് ആൾക്കാരുണ്ട് കേട്ടോ. പുറകിൽ വന്നിട്ട് അവനോട് ഉളുപ്പുണ്ടോ, സാമ്യമായി കിടക്കുമ്പോ ഉളുപ്പുണ്ടോ? ഇപ്പൊ അവിടെ എന്നിട്ട് എന്താ ഇയാള് ജർമ്മനില് പറയണേ? കഥ മെനയാൻ രാവിലെ കഴിഞ്ഞു. കഥ മെനയാൻ 5 മിനിറ്റ് ആയാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവന്റെ കഥയായിരിക്കും. ഇതൊക്കെ അവൻ പ്യുവർ. അങ്ങനെ എന്തായാലും പതുക്കെ അണ്ണൻ ഇറക്കി വിട്ടോ വണ്ടീനെ? ഇറക്കിയോ? സഫർലിംഗം നമ്മൾ ഇറക്കോ ഷാബി? മനസ്സിലാവില്ലല്ലോടാ അതിന്. അവൻ അതിനുള്ള ജർമ്മൻ എല്ലാവരും. അങ്ങനെ അണ്ണൻ ജർമ്മൻകാരുടെ ചീത്ത കിട്ടു. നിന്നും ഡ്രൈവറുടെ നിന്ന് പൊളിച്ചാട്ടും കേട്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒടിയനായതാണേ അത് കേട്ടില്ലേ? മുഖം മാറ്റി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട് ഇത് പറഞ്ഞു. കാരണം ഇത് മൊത്തം അറിയാം. കാരണം ആരെയൊക്കെ മലയാളി നേരെ സഫറിംഗ് നേരെ മുന്നത്തെ സ്റ്റോപ്പ് അല്ലേ? അങ്ങനെ ഐസിൽ വന്ന് പറഞ്ഞു ഇടങ്ങി ചെറിയൊരു വിഷയം ഉണ്ടായി. പിന്നെ നമ്മള് വേറെ പല ആൾക്കാർ വഴി അറിഞ്ഞത് ഉണ്ടായിരുന്നവർ പറഞ്ഞു കേട്ട്. പിന്നെയാണ് ഇപ്പൊ കഥ മെനഞ്ഞപ്പോ അമ്മച്ചി എന്ന് പറഞ്ഞത്. അമ്മച്ചിക്ക് വേണ്ടി വേണ്ടത്. പിന്നെയാണ് അമ്മച്ചിക്ക് പ്രായം 20 വയസ്സായിട്ടില്ല. പിന്നെ അണ്ണൻ ഇന്നലെ വീണ്ടും കണ്ടു. അമ്മച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഇന്നലെ സുട്ടു മേടിച്ചു. ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മേടിച്ചോ ഇല്ലയോ? എടാ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട്സ് അല്ല നമ്മള്. അതാ ഞാൻ പറഞ്ഞ സമയം അതല്ലേ സംഭവം. ഇത്രയും കെയറിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ നാട്ടിൽ പോയിട്ട് ഇവിടെ നീ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയാണോ സംഭവം? ഞാൻ ബസ് വൈകി, ലേറ്റായിട്ട് വൈകി. അപ്പൊ ഒരു 2 മിനിറ്റ് വൈകിട്ട് ബസ് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ശരഞ്ജിയുടെ വാദം. നമ്മള് ബസ് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഫ്രണ്ടില് ഒരു മുത്തശ്ശി കയറുന്നുണ്ട്. ബസ് കയറുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റിക്കൊക്കെ വെച്ചിട്ടേ ആ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ സമയമാവുകയാണ്. ഇത് കയറുന്ന സമയം ഇവരിങ്ങനെ പതുക്കെ ഉരുട്ടി ഇങ്ങനെ ആക്കിയിട്ടേക്ക് കയറുള്ളൂ. അപ്പൊ നമുക്കും കയറാൻ പറ്റില്ല. അപ്പൊ നോക്കുമ്പോ ഒരു പെണ്ണ് ഓടി. പെണ്ണ് ഞങ്ങളടുത്ത് പറഞ്ഞു അമ്മച്ചി. ഒരു ആന്റി ആ ഒരു പ്രായം ഇവന്മാർ ഊക്കുന്നറിയാം. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞേ ഞാനിതൊന്നും പറയണു. ഒരു പെണ്ണ് വന്ന് ഓടി വരുന്നു. ഞാൻ നടന്നു പറയാം. ഒരു പെണ്ണ് ഓടി വരുന്നു. അത്ര ദൂരമൊന്നും ഇല്ല. ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചില്ലേ അവിടെ നിന്ന് അത്ര ദൂരം ഉള്ളു. പക്ഷെ ഓടി വരികയാണ് ബസ്സിന് വേണ്ടിട്ട്. അപ്പൊ ഞാന് ഇത് കയറി പറഞ്ഞാൽ അവര് എത്തി. ബസ്സിന്റെ തൊട്ട് ബാക്ക് എത്തി. ഈ വണ്ടി എടുക്കാൻ പോവില്ല. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തന്നെ ഇവിടെ തന്നെ നിന്നു. ഞാൻ അപ്പൊ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ അവിടെ നിന്നിട്ട് അവള് കയറുന്ന ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരെ പോയി ബാക്കപ്പ് ഇരുന്നു. അവിടെ ഇരുന്നു. എവിടെ ഇരുന്നു?
അവളവിടെ ഫ്രണ്ടിലവിടെ പോയി നേരം നടന്നു കേട്ടോ ഇത് പറയുമ്പോ ഒരു 10 സെക്കൻഡ് അമീറെ നീ ആലോചിച്ച് നോക്കണം എത്ര നേരം നമുക്കത് ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡ് അവിടെ തൊട്ടടുത്ത് എത്തിയേ ഡിസ്റ്റൻസ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. അത്രേ ഉള്ളൂ സെക്കൻഡ് ആണെങ്കിൽ ഡ്രൈവർ വണ്ടി ഓഫ് ചെയ്ത് വന്നവരോട് അല്ലടാ അതെന്താ വെച്ചാൽ ആ വണ്ടി ഓൾറെഡി 2 മിനിറ്റ് ലേറ്റ് ആണ് ഞാൻ വിചാരിച്ചാ ഈ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നാ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ദൂക്കം എന്നൊക്കെ പറഞ്ഞു ഞാനിത് ആരിനെ വിളിക്കുന്നത് എനിക്കറിയില്ലേ കുറച്ച് പ്രായക്കാരനല്ലേ കുറച്ച് ഞാൻ എനിക്കറിയില്ലോ എന്നിട്ട് ഇയാളെന്നെ വിളിച്ചു ഈ പിന്നെ വിളിച്ചത് ഞാനാണ് ചോദിച്ചു അപ്പൊ ഒരാണ് ഞാനാണെങ്കിൽ ഞാൻ സംഭവം എന്താ വെച്ചാൽ അനു ഫോണിലുണ്ട് അവള് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ സംസാരിക്കുകയാണ് ഞാൻ ഇതിൽ നിൽക്കുമ്പോഴാണ് അതിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അവളുടെ അടുത്ത് പറയണം ഈ ഒരു പെൺകുട്ടി വന്നു ഇതായിട്ട് അങ്ങനെ നിന്നു എന്റെ ബാക്ക് പോയിരുന്നു ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഉടനെ ജർമ്മന്റെ അയാൾ എന്തൊക്കെയോ പറയണു അനുപ ജർമ്മൻ പഠിക്കണോണ്ടില്ലേ അനുവിനൊക്കെ മനസ്സിലായി പിന്നെ ഇപ്പൊ വീഡിയോ കോള് നിർത്തി ഇപ്പൊ വീഡിയോ കോൾ ഇല്ല ഇനി മേലെ തന്നെ വിളിക്കരുത് ഇറങ്ങുന്നുണ്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞ എവിടുന്ന് അടി വരാന്നറിയില്ല എനിക്ക് ഉറക്കം വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇതില്ലാത്തത് അയാൾ പറഞ്ഞെന്താ വെച്ചാ വണ്ടി ഓൾറെഡി ലേറ്റ് ആണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് ഇതൊക്കെയാണ് പറഞ്ഞത് പിന്നെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയും നമുക്ക് സമയമുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും നമുക്ക് സമയമുണ്ട് നമ്മൾ നിർത്തും അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണം ഞങ്ങളെ ഡ്യൂട്ടിയാണ് അതാണ് നമുക്ക് പറയുന്നത് മനസ്സിലേക്കായി ഞാനാണെങ്കിൽ ചുട്ടുമിട്ടിലായിട്ട് പറഞ്ഞ് ഞാൻ പറയും ഐ ആം സോറി ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു പിന്നെ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് അറിയില്ല എന്ന് ഭാഷ എന്നിട്ട് മൂപ്പര് ശരിയോണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞു ഗതം കളിയാക്കരുത് സോറി ഗൈസ് പറ്റിയപ്പോ മറ്റേ പെണ്ണ് വേഗം ഇറങ്ങിപ്പോയി അപ്പൊ ഞാൻ നമ്മള് ചെയ്യുന്ന ഒരു മൈൻഡ് ഇപ്പൊ എന്തിനാ ചെയ്ത് അപ്പൊ അവൾ അപ്പോഴും ഇറങ്ങി എന്തോ സാധനം കളഞ്ഞിട്ട് അപ്പൊ തന്നെ എത്തി വന്നിട്ട് പറഞ്ഞു സോറി ഞാൻ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ പ്രതീക്ഷ അതല്ലടാ അവരും നമ്മളൊരു മര്യാദ ഉണ്ട് ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്തത് നമ്മൾ ഉള്ള ചീത്ത മൊത്തം കേട്ടത് അല്ലാതെ സഹായം ചെയ്തതൊന്നും വേണ്ട പക്ഷെ നമ്മളെ ചീത്ത കേട്ടാ കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തോന്നില്ല നമുക്ക് വേണ്ടി ചെയ്തിട്ടല്ലേ ചീത്ത കേട്ട് പറഞ്ഞത് അത് ഞാൻ പറയാം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ചെയ്ത സഹായത്തിനല്ല എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ചീത്ത കേട്ടല്ലോ അപ്പൊ നമുക്കൊരു ഇത് ഉണ്ടാവില്ലേ നീയാണെങ്കിൽ ചെയ്യില്ലേ സോറി ഞാൻ കാര്യമാണ് ചെയ്തു പറയില്ലേ അതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു സോറി ഞാൻ പറഞ്ഞു കാര്യമാക്കണ്ട അയാള് പറഞ്ഞു എനിക്ക് ജർമ്മൻ അറിയില്ല അയാളത് പറഞ്ഞത് എനിക്ക് അറിയില്ല അതുകൊണ്ട് കാര്യമാക്കണ്ട പറഞ്ഞു ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ബസ് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വന്നു അവൾക്ക് തന്നെ കോൺഫിഡൻസ് ആയി എന്നിട്ട് അവൾക്ക് തന്നെ മനസ്സിലായി എന്നിട്ട് അവളെൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അന്നത്തെ അപ്പൊ എനിക്ക് മനസ്സിലായി അവളാണോ സംസാരിച്ചത് നീയാണോ സംസാരിച്ചത് ഞാൻ പറയട്ടെ ഞാനൊരു ഹാക്ക് ചെയ്യും അല്ല ഹാക്ക് ചെയ്യാൻ നീയാണല്ലോ എടുക്കാൻ നീ അന്നൊരു ഹാക്കും കിട്ടുന്നതാണല്ലോ മറ്റേ വേറൊരു കയറിങ്ങോ ജിമ്മി വെച്ച് പെണ്ണിങ്ങനെ മറ്റേ ബൾഗേറിയൻ സ്പീഡ് സ്ക്വാഡ് ഉണ്ടല്ലോ മറ്റേ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ അപ്പം അത് ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് അല്ല അണ്ണനെ ആദ്യമായിട്ട് ജിമ്മ പോണ് അല്ലേ ഇതൊക്കെ തോന്നുന്നു എന്നൊക്കെ മനസ്സിലായി അല്ല അത് ചെയ്യണ ശരിയായില്ല പൊസിഷൻ കറക്റ്റ് അല്ല പിന്നെ അവളത് എന്തോ മൈൻഡ് ആക്കിയില്ല എന്ന് പറഞ്ഞ് വിഷമായിരുന്നു സമീറിന് മറന്നു ഉള്ളത് പറയാൻ സമീറിന് മറന്നോ എനിക്കറിയാം എന്തോ മുട്ടൊക്കെ ചോന്നൊക്കെ എന്നോട് വന്നു പറഞ്ഞു ആ പെണ്ണിന്റെ അത് കണ്ടിട്ടാണ് എനിക്ക് പറയേണ്ടത് നീ എന്തിനാ മുട്ടിക്ക് ഇല്ല ഞാനില്ല എന്നെ ആണ്ടിലോ സംക്രാന്തിക്ക് ജിമ്മ് പോവും കല്യാണം ചർച്ച ചെയ്യുന്നട്ടാ ഗൈസ് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു ഏത് ഗൈസ് ശരവണഭവൻ വേണോ അതോ അഞ്ചപ്പാറ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഏത്
ആ യെസ് സക്സസ്ഫുള്ളി എത്ര 13 യൂറോന്റെ സാധനം അണ്ണൻ. ആരും ഒന്നും പറയില്ല, ഒന്നും പറയില്ല. നാട്ടിൽ പോണേന് മേടിച്ചാണ്. ആരും ഒന്നും പറയരുത്. ഏതാ റിബോക്കോ സിയന്റെ ഏതാ ടെമു 12 അല്ലേ? അബിബാസ് അല്ല അബിബാസിന്റെ കാര്യം പറഞ്ഞില്ല നേരത്തെ അബിബാസ്. ദിസ് ഈസ് ഓട്ടി സ്പെഷ്യൽ അബിബാസ്. എനിക്ക് പിടിച്ചിருக்கு. നിങ്ങൾക്ക് എന്നെ പിടിച്ചിരുന്ന ബാക്കില് പറയുമ്പോ നമ്മളിങ്ങനെ മറന്നു വിമിന് നേരെ നേരെ എന്നിട്ട് കയ്യൊന്ന് പഠിപ്പിക്കും. നാട്ടിൽ പോണതിന്റെ മുന്നുള്ള ഒരു വായനോട്ടം. ഏതോ ഒരു പെണ്ണിനെ നോക്കി പോവാണ്. ഇത് അനു പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണോ ഒഴിവാക്കണം. കരിഞ്ചി എല്ലാം ഞാൻ ശരവണഭവൻ പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എതിർപ്പായിരുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, ആ വന്ന മലയാളീസ് അവരൊരു ശങ്ക പോലും കൂടാതെ നിങ്ങളൊന്ന് തിരിഞ്ഞ പോലും നോക്കാതെ പോയതുണ്ടോ? കാരണം എന്താണ്? ശരഞ്ചി ഇവന് അഞ്ചപ്പാറ പോണം. അവൻ എന്താണ് നമ്മളിന്ന് അഞ്ചപ്പാറ കഴിക്കുള്ളൂ. ഞാൻ പോണത് നിങ്ങളുടെ ഓ നീ പോയിട്ട് എന്താണ് പോയിട്ട് വരാം. പാസ്പോർട്ട് ആർപ്പി ഇപ്പൊ വേണ്ട. നീ വേണ്ട, ചിലപ്പോ അവിടെ ഇറങ്ങും. വിമലത് നോടി ഓക്കെ ശരി. മിണ്ടാൻ വേണ്ടിയൊന്നും വേണ്ട. അപ്പോ ശരി, കാണാം. പോട്ടെന്നാ. വീട്ടിക്ക് ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഒരുക്കി വെക്കാൻ ബൈ ബൈ. ബാഗ് മറ്റേ അണ്ടാമറുണ്ട്. ശരഞ്ചി ആ ഓക്കെ. അത് കൂടെ പോടാണ്.